ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിപ്പോൾ കുറേ നാളായല്ലേ കണ്ടിട്ട്, ആൻഡ് ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചിട്ട് അതിനേക്കാളും കുറേ നാളായി തോന്നുന്നു. ഇപ്പോൾ വിൻ്ററൊക്കെ സ്റ്റാർട്ടായി കഴിഞ്ഞാൽ പിന്നെ പുറത്തൊന്നും പോകാൻ വലിയ സുഖമൊന്നുമില്ല. വലിയ രസമുള്ളൊരു എന്താ പറയുക, ഒരു ക്ലൈമറ്റ് അല്ല അപ്പോൾ നമ്മളിപ്പോൾ അല്ലാതെ പുറത്ത് പോകുന്നതെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ അമ്പലത്തിലും ഗ്രോസറി ഷോപ്പിംഗ് ഇല്ലെങ്കിൽ അടുത്തുള്ള കുറച്ച് സ്ഥലങ്ങളിലൊക്കെ നമ്മളിപ്പോൾ പോകുന്നുള്ളൂ. അതൊക്കെ നിങ്ങൾ കണ്ട് മടുത്ത് കാണും ഓൾറെഡി. അതുകൊണ്ടാണ് പിന്നെ പ്രത്യേകിച്ച് അതിനെക്കുറിച്ച് വീഡിയോസ് ഒന്നും ചെയ്യാത്തത്. വിൻ്ററൊക്കെ കഴിഞ്ഞ് ഒന്ന് ക്ലൈമറ്റ് ഓക്കെ ആയി വന്നതിന് ശേഷം നമ്മൾ വീണ്ടും നല്ലപോലെ കാറ്റ് മൂടി കുറച്ചുകൂടി കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോസ് ചെയ്യാം കേട്ടോ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസമാണ് ഞാൻ റിയലൈസ് ചെയ്ത് നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് 1 year ആയി എന്നുള്ളത്. ആൻഡ് അതൊരു ഭയങ്കര ഒരു റിയലൈസേഷൻ മൊമെൻ്റ് ആയിരുന്നു എന്ന് പറയാം. വളരെ റീസെൻ്റായിട്ട് സ്റ്റാർട്ട് ചെയ്ത പോലെ തോന്നുന്നുണ്ട്. 1 year കഴിഞ്ഞാൽ നമ്മൾ അറിഞ്ഞതേ ഇല്ല. ഒരു ബിഗിനർ ഫീൽ തന്നെയാണ്. ഇപ്പോഴും ബിഗിനർ ആണ് കമ്പയർഡ് ടു അതേഴ്സ്. ബട്ട് എനിവേയ്സ്, ഞാൻ വിചാരിച്ചു ഈ കഴിഞ്ഞ ഒരു വർഷത്തിൽ ലൈക്ക് കോണ്ടൻറ്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ പഠിച്ച ചില കാര്യങ്ങളും ഞാൻ മനസ്സിലാക്കിയ ചില കാര്യങ്ങളും ഒക്കെ പുതിയതായിട്ട് തുടങ്ങുന്ന ആർക്കെങ്കിലും ഉപകാരപ്പെടുമെങ്കിൽ അതൊന്ന് ഷെയർ ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. സോ അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ. സോ ഇറ്റ്സ് ബേസിക്കലി തിങ്സ് ഐ ഹാവ് ലേൺഡ് ഇൻ ദിസ് 1 year ഓഫ് കോണ്ടൻറ്റ് ക്രിയേഷൻ ആൻഡ് മിസ്റ്റേക്സ് ഐ ഹാവ് മെയ്ഡ്. സോ ഞാനിങ്ങനെ ആലോചിച്ച് പിടിച്ച് വന്നപ്പോൾ എനിക്ക് കിട്ടിയ ഒരു 10-20 പോയിൻറ്റ്സ് ആണ് ഈ വീഡിയോയിൽ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത്, കോണ്ടൻറ്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരോട് എനിക്ക് ഫസ്റ്റ് തിങ് ആയിട്ട് പറയാനുള്ളത്, ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, ഡോണ്ട് വെയിറ്റ്. നിങ്ങൾക്ക് അങ്ങനെ ഒരു താല്പര്യമുണ്ട്, അത് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് ടുഡേ. ഇപ്പോൾ നിങ്ങളുടെ എന്താ പറയുക, അത്ര പെർഫെക്റ്റ് അല്ലാത്ത ഇല്ലെങ്കിൽ വലിയ വാല്യൂ ഒന്നും ആഡ് ചെയ്യാത്തൊരു വീഡിയോ ആണെങ്കിൽ പോലും സ്റ്റാർട്ട് വിത്ത് ദാറ്റ്. നിങ്ങൾക്ക് എപ്പോഴും ഇമ്പ്രൂവ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടല്ലോ. അതിന് എന്താ പറയുക, മറ്റേ ആ ഒരു പെർഫെക്റ്റ് ടൈം കിട്ടാനില്ലെങ്കിൽ ഒരു പെർഫെക്റ്റ് കോണ്ടൻറ്റ് കിട്ടാൻ വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ്, വേറെ ആൾക്കാരുടെ ഒപ്പീനിയൻ ഇല്ലെങ്കിൽ ഒരു പോസിറ്റീവ് റെസ്പോൺസ് ഇല്ലെങ്കിൽ അപ്രൂവൽ കിട്ടാൻ വേണ്ടി നിങ്ങൾ ഒരു കാരണവശാലും വെയിറ്റ് ചെയ്യരുത്. കാര്യം ഇതുപോലത്തെയൊക്കെ കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എന്ത് കാര്യവും എന്തൊരു പുതിയ കാര്യം സ്റ്റാർട്ട് ചെയ്യുമ്പോഴും നമ്മൾ ഡീമോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ചില ആൾക്കാർ കാണും. അത് മനഃപൂർവ്വം ഡീമോട്ടിവേറ്റ് ചെയ്യുന്നവർ കാണും. ചിലർ അവരുടെ ലാക്ക് ഓഫ് കോൺഫിഡൻസ് കാരണം പറയുന്ന ചില കമൻറ്റ്സ് ആൻഡ് ചില അഭിപ്രായങ്ങൾ നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യാനുള്ള ചാൻസും ഉണ്ട്. സോ നെവർ വെയിറ്റ് ഫോർ അതേഴ്സ് വാട്ട് എവർ ഒപ്പീനിയൻ. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സ്റ്റാർട്ട് വിത്ത് ദാറ്റ്. ആൻഡ് പോകെ എന്ത് കാര്യവും ഇമ്പ്രൂവ് ആയി വന്നോളും, ശരിയായി വന്നോളും. സോ ദാറ്റ്സ് ദി മെയിൻ തിങ്. ആൻഡ് കോണ്ടൻറ്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വേറൊരു ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ്, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ തുടങ്ങാവുള്ളൂ. ഇല്ലെങ്കിൽ വേറെ ആരെങ്കിലും ചെയ്യുന്നുണ്ട്, ഇല്ലെങ്കിൽ എല്ലാവരും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഞാനും ചെയ്യാം, അങ്ങനെ വിചാരിച്ച് നിങ്ങൾ ഒരിക്കലും ഒരു എന്താ പറയുക, കോപ്പി ചെയ്യുന്ന പോലെ നിങ്ങളത് ചെയ്യരുത്. കാര്യം ഇത് വളരെയധികം ടൈം കൺസ്യൂം ചെയ്യുന്ന, വളരെയധികം എഫേർട്ട് വേണ്ട, എന്നാൽ റിസൾട്ട് വളരെ 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 സ്ലോ ആൻഡ് എക്സോസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. നമുക്കതിനോട് വീഡിയോ ചെയ്യാൻ ഇഷ്ടമാണ്, ഇങ്ങനെ എന്താ പറയുക, ഉണ്ടാക്കി പോസ്റ്റ് ചെയ്യാനൊക്കെ ഇഷ്ടമാണ്, കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അത് ആ പ്രോസസ്സ് എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ട് കാര്യമുള്ളൂ. അല്ലാതെ ഒരു 5 വീഡിയോ ഇട്ടു, 10 വീഡിയോ ഇട്ടു, ഇല്ലെങ്കിൽ ഒരു 6 മാസം ചെയ്തു അപ്പോഴേക്കും അതിനുള്ള റിസൾട്ട് കിട്ടും എന്ന് വിചാരിച്ചാൽ നോ. അതിന് നിങ്ങൾ ഏതെങ്കിലും ഫേമസ് ആയിട്ടുള്ള ആൾക്കാരുടെ ആരെങ്കിലും ഒക്കെ ആയിരിക്കണം അങ്ങനെ റീച്ച് കിട്ടണമെങ്കിൽ. അല്ലാതെ ഇതൊരു സ്ലോ പ്രോസസ്സാണ്. റിസൾട്ട് എന്തായാലും കിട്ടും, ബട്ട് ഇറ്റ് വിൽ ബി വെരി സ്ലോ, വെരി ടൈം കൺസ്യൂമിങ്. സോ വേറെ ആരെങ്കിലും ചെയ്യുന്നുണ്ട് എന്ന് വെച്ച് ചെയ്യാൻ നിൽക്കാതെ, നിങ്ങൾക്ക് തന്നെ അതിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം ടൈമും എഫേർട്ടും ഇൻവെസ്റ്റ് ചെയ്യാം. തേർഡ് പോയിൻ്റ് ഇസ്, നിങ്ങൾ തുടങ്ങുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്കൊരു ക്ലിയർ ഐഡിയ വേണം നിങ്ങളുടെ ഗോൾ എന്താണെന്നുള്ളത്. യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന ഇൻകമാണ് നിങ്ങളുടെ പ്രൈം ഫോക്കസ് എന്നുണ്ടെങ്കിൽ, ദ ബെസ്റ്റ് തിങ് യു ക്യാൻ ഡു ഇസ് പിക്ക് എ നീഷ്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഏതെങ്കിലും ഒരു ടോപ്പിക്, അതിപ്പോൾ എഡ്യൂക്കേഷണൽ റിലേറ്റഡ് ആവാം, ഇല്ലെങ്കിൽ ബ്യൂട്ടി, ഫാഷൻ, ടെക്ക്, അങ്ങനെ ഏതെങ്കിലും ഒരു നീഷ് ഓഡിയൻസിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് വീഡിയോ ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ ഗ്രോത്ത് കുറച്ചുകൂടി ഫാസ്റ്റർ ആയിരിക്കും, റാദർ ദാൻ
പല 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 വീഡിയോസ് ചെയ്യുന്നത്. ഇപ്പം ആ മിസ്റ്റേക്ക് ആക്ച്വലി ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ചാനൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ടൈപ്പിലുള്ള പല യാതൊരു ബന്ധമില്ലാത്ത ടൈപ്പിൽ പല തരത്തിലുള്ള ടോപ്പിക്സ് നിങ്ങൾക്ക് കാണാം. ബട്ട് ഐ എം ഡൂയിങ് ദാറ്റ് ബിക്കോസ് നമ്മുടെ ഒരു എന്താ പറയുക, നമ്മുടെ ഒരു മെയിൻ ഗോൾ എന്നുള്ളത് ഇതിൽ നിന്ന് പൈസ വരുമ്പോൾ വരട്ടെ എന്നുള്ളതാണ്. പെട്ടെന്ന് പൈസ ഉണ്ടാക്കുക എന്നുള്ള ഒരു സംഭവം അല്ലാത്തത് കൊണ്ടാണ്. ആൻഡ് പഴയ വീഡിയോസ് കണ്ടിട്ടുള്ളവർക്ക് അറിയാം, എപ്പോഴും നമ്മളിത് പറഞ്ഞിട്ടുണ്ട്, ഞാൻ എപ്പോഴും ഈ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുകയും അത് എഡിറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു. സോ അത് കുറച്ചുകൂടെ നന്നായിട്ട് എഡിറ്റ് ചെയ്ത് കുറച്ചുകൂടെ ടൈം ഇടുകയാണെങ്കിൽ അത് പബ്ലിക് ആക്കാവുന്ന കണ്ടൻസ് ആണെന്ന് തോന്നിയിട്ട് അങ്ങനെയാണ് നമ്മൾ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് കോമഡി വീഡിയോസും ഇതുപോലെ പണ്ട് ടിക്ടോക്ക് ഉള്ള കാലത്തെ കോമഡി വീഡിയോസും അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. സോ അത് പോസ്റ്റ് ചെയ്യുന്നു, ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോസ് ഇടുന്നു. ചിലപ്പോൾ ഇതുപോലെ ചില കാര്യങ്ങൾ ഇപ്പം നമ്മൾ IT-യിലായതുകൊണ്ടും ഓസ്ട്രേലിയയിലായതുകൊണ്ടും നാട്ടിൽ നിന്ന് ഒരുപാട് പേര് അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. സോ അപ്പോൾ അങ്ങനത്തെ മെസ്സേജസ് ഇതൊക്കെ വരുമ്പോൾ അത് റിലേറ്റഡ് വീഡിയോ ചെയ്യുന്നു. അങ്ങനെ എന്താ പറയുക, ഭയങ്കര വൈഡായിട്ട് എന്തൊക്കെയോ ടോപ്പിക്സാണ് ഞാൻ ആക്ച്വലി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനലിൻ്റെ ഗ്രോത്ത് വളരെ സ്ലോ ആയിരിക്കും. ദ റീസൺ ഈസ് അനദർ മെയിൻ പോയിൻറ്റ്. നമ്മൾ കോണ്ടൻറ്റ് ക്രിയേഷൻ ചെയ്യുമ്പോൾ നമ്മൾ മെയിനായിട്ട് അൽഗോരിതം മനസ്സിലാക്കി വെച്ചിരിക്കണം. സോ ഇങ്ങനെ പല ടോപ്പിക്സ് ചെയ്യുമ്പോൾ ആൾക്കാർ വിചാരിക്കും അപ്പോൾ എല്ലാവരും സാറ്റിസ്ഫൈ ചെയ്യുന്ന കാര്യങ്ങളുണ്ടല്ലോ, പിന്നെന്താണ് അത് ചെയ്യരുതെന്ന് പറയുന്നതെന്നുള്ളത് കുറച്ച് പേരെങ്കിലും വിചാരിക്കും. ദ തിങ് ഈസ്, ഇപ്പോൾ ഞാൻ എൻ്റെ കേസിൽ തന്നെ പറയാം, ഞാൻ ഷോർട്സിൽ കൂടുതലും നമ്മുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ടൈപ്പ് വീഡിയോസും ചെയ്യാറുണ്ട്, കോമഡി റീൽസ് ടൈപ്പ് മറ്റേ ഡബ് സ്മാഷ് ടൈപ്പും ചെയ്യുന്നുണ്ട്. അതല്ലാതെ പെർട്ടിക്കുലർ ടോപ്പിക്ക് പിക്ക് ചെയ്തിട്ട് സ്കിറ്റ് പോലെയും ചെയ്യാറുണ്ട്. സോ ആ ഓരോ വീഡിയോസിനും നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആൾക്കാർ ആ പെർട്ടിക്കുലർ കണ്ടൻറ്റ് ഇഷ്ടപ്പെടുന്നവരായിരിക്കും. സോ വാട്ട് ഹാപ്പൻസ് ഇസ്, വേറൊരു അവർക്ക് താല്പര്യം ഇല്ലാത്ത ടൈപ്പ് ഒരു ടോപ്പിക് വീഡിയോ വരുമ്പോൾ അവർ ജസ്റ്റ് ഒരു 3 സെക്കൻഡ്സ് 4 സെക്കൻഡ്സ് കണ്ടിട്ട് അവർ സ്ക്രോൾ ചെയ്ത് വിടും. അൽഗോരിതം മനസ്സിലാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കണ്ടൻറ്റ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുന്നത്. ആ സബ്സ്ക്രൈബേഴ്സ് തന്നെ ഇത് ഒട്ടും കാണാതെ സ്ക്രോൾ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും പൊട്ട വീഡിയോ എന്തോ ആണെന്നുള്ളതാണ്. അതിപ്പോൾ നമ്മൾ എത്ര നല്ല വീഡിയോ ആണ്, എന്ത് നല്ല ടോപ്പിക്കാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് സബ്സ്ക്രൈബേഴ്സ് സ്ക്രോൾ ചെയ്ത് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു നെഗറ്റീവായിട്ടാണ് ബാധിക്കുക. അപ്പോൾ കൂടുതൽ വീഡിയോസ് സജസ്റ്റ് ചെയ്യാണ്ടാവും, റെക്കമെൻഡേഷൻ കുറയും, നമ്മുടെ വ്യൂസ് കുറയും, നമ്മുടെ റീച്ച് കുറയും. സോ ഒരു ഫാസ്റ്റർ ഗ്രോത്ത് ആഗ്രഹിക്കുന്ന ആൾക്കാർ എപ്പോഴും പിക്ക് എ നീഷ്, സ്റ്റിക്ക് ടു ദാറ്റ്, അതിൽ തന്നെ വീഡിയോസ് ചെയ്യുക. അപ്പം അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന സബ്സ്ക്രൈബേഴ്സ് എപ്പോഴും ആ ടോപ്പിക്സിൻ്റെ അടുത്തടുത്ത വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കും. സോ ഇറ്റ് വിൽ ബി മച്ച് മോർ ഫാസ്റ്റർ ഗ്രോത്ത്, കുറേയും കൂടെ നല്ല റീച്ച് കിട്ടും. അനദർ തിങ് ഈസ്, ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എനിക്ക് തോന്നിയൊരു കാര്യമാണ് ഈ കോണ്ടൻറ്റ് ക്രിയേഷനൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഗിവ്സ് യു എ കൈൻഡ് ഓഫ് ക്രെഡിബിലിറ്റി. ഇപ്പോൾ മേ ബി ബിക്കോസ് നമ്മുടെ നാട്ടിലല്ലാത്തത് കൊണ്ടായിരിക്കാം, എനിക്കറിയില്ല. നമ്മളിപ്പോൾ ഇവിടെ ചെയ്യുമ്പോൾ നമ്മൾ യൂട്യൂബിലൊക്കെ വീഡിയോ ചെയ്യുന്ന ആൾക്കാരാണെന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ വ്യൂസ് കുറഞ്ഞ ഇതാണേലും, കുറച്ച് സബ്സ്ക്രൈബേഴ്സ് കുറവാണേലും വ്യൂസ് കുറവാണെങ്കിലും ആൾക്കാർക്കൊരു വിശ്വസിക്കാനുള്ളൊരു ടെൻഡൻസി കുറച്ച് കൂടുതലുണ്ട്. ലൈക്ക് നമ്മളെ തന്നെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇടുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നൊരു കാര്യം എന്താ പറയുക, ഏറ്റെടുത്ത് ചെയ്യും. ഇല്ലെങ്കിൽ ഒരു കാര്യത്തിന് ഒരു ഒപ്പീനിയൻ പറയുമ്പോൾ അത് അന്വേഷിച്ചിട്ടായിരിക്കും പറയുന്നതെന്നുള്ള കൈൻഡ് ഓഫ് ഒരു വിശ്വാസം ആൾക്കാർ കാണിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. ദാറ്റ് വാസ് സംതിങ് അൺഎക്സ്പെക്റ്റഡ് ഫോർ മീ. വൺസ് നമ്മൾ ഒരുപാട് വ്യൂസൊക്കെ കിട്ടി, ഒരുപാട് ആൾക്കാർ അറിയുന്ന ഒരു ഫെയിം എന്ന് പറയുന്നൊരു സംഭവം കിട്ടിയിട്ടാണ് അങ്ങനെയൊക്കെയുള്ള ഇത് നടക്കുക എന്നുള്ളത് നമുക്കറിയാവുന്നൊരു കാര്യമാണ്. ബട്ട് കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉള്ളപ്പോൾ തന്നെ ജസ്റ്റ് ബിക്കോസ് വി ആർ പുട്ടിങ് ourselves ഔട്ട് ദർ ഇൻ പബ്ലിക്, ആൾക്കാർ നമ്മളെ കുറച്ചുകൂടെ ട്രസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് ഇറ്റ് വാസ് അൺഎക്സ്പെക്റ്റഡ്. പക്ഷേ ഓൾസോ എന്താ പറയുക, നമുക്ക് ആ കിട്ടുന്ന ട്രസ്റ്റ് ഇല്ലെങ്കിൽ ആ ഒരു ക്രെഡിബിലിറ്റി എന്ന് പറയുന്നത് ഇറ്റ് കംസ് വിത്ത് എ കൈൻഡ് ഓഫ് റെസ്പോൺസിബിലിറ്റി ആസ് വെൽ. ഇപ്പം എന്നോട് ഒരാളൊരു കാര്യം മെസ്സേജ് അയച്ച് ചോദിക്കുകയില്ല, കമൻറ്റ് ചെയ്ത് ചോദിക്കുക എന്ന് പറയുമ്പോൾ ഞാൻ അതിനോട് കൊടുക്കുന്ന റെസ്പോൺസ് ഞാൻ കുറച്ച്
അന്വേഷിച്ചിട്ട് തന്നെ കൊടുക്കണം എന്നുള്ളതൊരു റെസ്പോൺസിബിലിറ്റി കൂടിയാണ്. ആൾക്കാർ നമ്മളെ ട്രസ്റ്റ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ചെയ്യാന്നുള്ളത്. സോ യെസ്, സോ ദാറ്റ് വാസ് സംതിങ് അൺഎക്സ്പെക്റ്റഡ്. ബട്ട് അതും കോണ്ടൻറ് ക്രിയേഷൻ്റെ ഒരു സൈഡാണ്. ആൻഡ് ഈ റെസ്പോൺസിബിലിറ്റിയുടെ തന്നെ ഒരു ഭാഗമാണ് നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിലൊരു സാധനത്തെ കാണാവോ, മാക്പൈ എന്ന് പറയാം. അത്യാവശ്യം ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു സാധനം കേട്ടോ. എനിവേസ് ഈ എന്തായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്, റെസ്പോൺസിബിലിറ്റിയുടെ തന്നെ ഒരു ഭാഗമാണ് ഈ നമ്മൾ എന്ത് കാര്യം പോസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ഒന്നതിനെ ഫിൽട്ടർ ചെയ്തിട്ട് ചെയ്യാന്നുള്ളത്. ഞാൻ പറ്റുന്ന പോലെയൊക്കെ ശ്രദ്ധിക്കാറുണ്ട്, പക്ഷേ ചിലപ്പോഴൊക്കെ നമ്മുടെ ഭാഗത്തുനിന്ന് മിസ്റ്റേക്സും സംഭവിക്കും. ഇപ്പം ഇതുവരെ അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. ബട്ട് ഫിൽട്ടർ ചെയ്യാന്നുള്ളത് ഇറ്റ്സ് ബിക്കോസ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന ഒരു സാധനം ഒരു വൈഡർ ഓഡിയൻസിലേക്കാണ് എത്തുന്നത്. ആൻഡ് ചിലപ്പം ചില കമൻസ് ഇല്ലെങ്കിൽ ചില ഡയലോഗ്സ് ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു എന്താ പറയുക, എവിടെയെങ്കിലും കയറി കൊള്ളാം, ഇല്ലെങ്കിൽ ഹേർട്ട് ചെയ്യാം, ചിലപ്പം ട്രോമ ട്രിഗർ ചെയ്യാം, അങ്ങനത്തെയൊക്കെ സംഭവങ്ങളുണ്ട്. എസ്പെഷ്യലി നമ്മൾ എന്തെങ്കിലും മതപരമായിട്ടുള്ള കാര്യങ്ങൾ പറയുക, രാഷ്ട്രീയം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുക, യെസ് അതൊക്കെയാണ് മെയിൻ എന്ന് തോന്നുന്നു. ഈ അങ്ങനത്തെയൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അത് ആർക്കെങ്കിലും ഒക്കെ കയറി കൊണ്ട് നെഗറ്റീവ് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ അല്ലാതെ ഇപ്പം ഞാൻ സ്കിറ്റൊക്കെ ചെയ്യുന്ന സമയത്താണെങ്കിൽ അതിലൊക്കെ ചില ക്യാരക്ടേഴ്സിനെ കാണിക്കുമ്പോൾ ചിലർക്ക് അങ്ങനെ ഒരാൾ റിയാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു ട്രോമ ഉണ്ടായിട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ് സിമിലർ സിറ്റുവേഷനിൽ കൂടെ കടന്നു പോയവർക്ക് ആ വിഷമങ്ങൾ ചിലപ്പം ട്രിഗർ ആവാം, ഇല്ലേ ദേഷ്യം ട്രിഗർ ആവാം, അങ്ങനത്തെ ഇതൊക്കെ ഉണ്ട്. സോ അതിനെക്കുറിച്ച് കുറച്ച് കെയർഫുള്ളായിട്ട് ഫിൽട്ടർ ചെയ്ത് നമ്മൾ പോസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പിന്നെ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്ക് ഞാൻ ചെയ്തിട്ടുള്ളത്, ഇപ്പോൾ എല്ലാവരും തന്നെ അതിനെക്കുറിച്ച് അവെയർ ആണെന്ന് എനിക്ക് തോന്നുന്നു, ഏറ്റവും വലിയ മിസ്റ്റേക്കായിരുന്നു ഈ അറിയാവുന്ന ആൾക്കാരെ കൊണ്ടെല്ലാം സബ്സ്ക്രൈബ് ചെയ്യിക്കുക എന്നുള്ളത്. അത് നമ്മൾ നോക്കുമ്പം യൂട്യൂബിന് നല്ല റീച്ച് കിട്ടണം, കുറേ ആൾക്കാർ നമ്മുടെ വീഡിയോസ് കാണണം എന്നൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് കൂടണം. സോ നമ്മൾ ഏറ്റവും നമ്മുടെ ഫസ്റ്റ് തോട്ട് എന്താ, അറിയാവുന്ന എല്ലാവരെയും കൊണ്ട് ചെയ്യിക്കും. ഇപ്പം ഞാൻ ചാനൽ തുടങ്ങിയ സമയത്ത് ഞാൻ എൻ്റെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, അരവിയുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, അച്ഛനമ്മമാരുടെ പരിചയത്തിലുള്ളിടത്തോളം സകല ആൾക്കാരെയും കൊണ്ട് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യിക്കാൻ നോക്കിയിട്ടുണ്ട്. ഡോണ്ട് ഡൂ ദാറ്റ്. നിങ്ങൾ വിചാരിക്കരുത് എന്തുകൊണ്ടാണ് ഞാനത് ചെയ്യരുതെന്ന് പറയുന്നതെന്നുള്ളത്. അത് നമ്മളെയും ഹേർട്ട് ചെയ്യാം, അൽഗോരിതവും ഹേർട്ട് ചെയ്യാം. ദ തിങ് ഇസ്, എഗെയിൻ നേരത്തെ പറഞ്ഞ പോലെ ഇവരെ കൊണ്ടൊക്കെ നമ്മൾ പറഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചിട്ട് അവർക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്ത ടോപ്പിക്കാണ് എത്രയെന്ന് വെച്ച് കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ അവരത് സ്ക്രോൾ ചെയ്യും, ഇല്ലെങ്കിൽ കുറച്ച് കണ്ട് ക്ലോസ് ചെയ്യുക, ഇല്ലെങ്കിൽ ഓടിച്ചു വിട്ട് കണ്ട് ക്ലോസ് ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അൽഗോരിതം മനസ്സിലാക്കുന്നത് ഈ വീഡിയോ ഇൻട്രസ്റ്റിംഗ് അല്ല എന്നുള്ളതാണ്. എഗെയിൻ സബ്സ്ക്രൈബേഴ്സിന് പോലും ഇൻട്രസ്റ്റിംഗ് അല്ലാത്തൊരു വീഡിയോ ആണ്, സോ അധികം റെക്കമെൻഡ് ചെയ്യണ്ടെന്നാണ് അത് മനസ്സിലാക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോസ് കൂടുതൽ സജഷൻ പോവില്ല. ആൻഡ് അതിന് നമ്മൾ ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യം ഇപ്പം എൻ്റെ വീട്ടിൽ തന്നെ ഞാൻ കാണുന്ന ടൈപ്പ് കോണ്ടൻറ്റ് അല്ല എൻ്റെ അമ്മ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളത്, അതല്ല എൻ്റെ അച്ഛൻ ഇൻട്രസ്റ്റ് ഉള്ളത്. എൻ്റെ അനിയൻ ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള വേറെ ടൈപ്പ് കോണ്ടൻറ്റ്സ് ആണ് കൺസ്യൂം ചെയ്യുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ചുള്ള വീഡിയോസ് ആയിരിക്കും ഇഷ്ടം. അപ്പോൾ നമ്മൾ ഫോഴ്സ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യിച്ചാലും ആൾക്കാർ മൊത്തം ഇരുന്ന് കാണാൻ പോകുന്നില്ല. ആൻഡ് അനദർ തിങ് ഇസ്, ഇപ്പം നമ്മുടെ പരിചയത്തിലുള്ള എല്ലാ ആൾക്കാരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം, ഇല്ലേ നമുക്ക് നല്ലത് വരണമെന്ന് ആഗ്രഹിക്കുന്നവരല്ലല്ലോ. ഇപ്പം ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത് അവർക്ക് പൈസ കിട്ടരുതെന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം അത് നമുക്ക് വിഷമാവും. ഇതെന്താണ് നമ്മൾ ഇത്രയും ചോദിച്ചിട്ട് അവർ നമ്മുടെ വീഡിയോ കാണാത്തത്, ഇല്ലെങ്കിൽ എന്താണ് സബ്സ്ക്രൈബ് ചെയ്യാത്തത് എന്നുള്ളത് നമുക്ക് തോന്നും. സോ ദ ബെസ്റ്റ് തിങ് ഇസ്, ഇപ്പോൾ നിങ്ങൾക്ക് അറിയിക്കണം എന്നുണ്ടെങ്കിൽ സ്റ്റാറ്റസ് ഇട്ട് അറിയിക്കുക, ഇല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒന്ന് പറയുക, ദാറ്റ്സ് ഇറ്റ്. നിർബന്ധിച്ച് സബ്സ്ക്രൈബ് ചെയ്യിക്കാതിരിക്കുക. ആൻഡ് നിങ്ങൾക്ക് മറ്റൊരാൾക്ക് വേണ്ടി, ഇപ്പോൾ നിങ്ങളുടെ പരിചയത്തിൽ ഒരാൾ കോണ്ടൻറ് ക്രിയേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്, നിങ്ങൾക്ക് അവരുടെ വീഡിയോ താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ ഡോണ്ട് സബ്സ്ക്രൈബ്, ഡോണ്ട് ഫോളോ ദം. താല്പര്യമുള്ള വീഡിയോസ് ആണെങ്കിൽ മാത്രം ചെയ്യുക. വെറുതെ അവരുടെ അൽഗോരിതം പോയി നശിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. സോ ദാറ്റ്സ് ദി മെയിൻ തിങ് എനിക്ക് പറയാനുള്ളത്. എല്ലാ ചാനൽസും തുടക്കത്തിൽ ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ്. സോ ഡോണ്ട് ഡൂ ദാറ്റ്. അതാണ് നമുക്കും നമ്മുടെ ചാനലിനും നല്ലത്.
പിന്നെയുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് യൂട്യൂബിലാണെങ്കിലും ഇൻസ്റ്റയിലാണെങ്കിലും നമ്മളൊരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിന് കുറേ ടാഗ്സ് യൂസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ആൻഡ് നമ്മൾ ഈ ഇൻസ്റ്റയിലൊക്കെ ഒരുപാട് കാണും ഇന്ന ടാഗ്സ് യൂസ് ചെയ്താൽ നിങ്ങളുടെ വീഡിയോ വൈറലാവും, നിങ്ങളുടെ പോസ്റ്റ് വൈറലാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അത് നിങ്ങളുടെ വീഡിയോയ്ക്ക് റെലവൻ്റ് ആണെങ്കിൽ മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ. അല്ലാതെ വെറുതെ എടുത്ത് ടാഗ് ചെയ്ത് ഈ വീഡിയോ യാതൊരു ബന്ധമില്ലാത്ത ആൾക്കാർക്കായിരിക്കും സജഷൻ പോകുന്നത്. അതേപോലെ മിസ്ലീഡിങ് ആയിട്ടുള്ള ടൈറ്റിലും തംബ്നെയിൽസും. ഇപ്പോൾ ആൾക്കാർ ക്ലിക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് ഇല്ലെങ്കിൽ എന്തോ സംഭവിച്ചു എന്നുള്ള രീതിക്ക് പ്രസൻറ്റ് ചെയ്തിട്ട് ആൾ കയറി നോക്കുമ്പോൾ അതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത വീഡിയോ എന്ന് കണ്ടു കഴിഞ്ഞാൽ അവർ ഡ്രോപ്പ് ചെയ്ത് പോകും. എഗെയിൻ ഇൻട്രസ്റ്റിംഗ് അല്ലാത്ത വീഡിയോ ആണ്, റെക്കമെൻഡ് ചെയ്യേണ്ടെന്ന് അൽഗോരിതം മനസ്സിലാക്കും. നമ്മുടെ റീച്ച് കുറയാണ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ചെയ്യുക. സോ എന്ത് പോസ്റ്റ് ചെയ്യുമ്പോഴും ആ വീഡിയോ എന്താണോ അത് ക്ലിയർ ആയിട്ട് തംബ്നെയിലും ടൈറ്റിലും പറയാം. അത് കണ്ട് ക്ലിക്ക് ചെയ്യുന്നവർ മാത്രം കണ്ടാൽ മതി. അങ്ങനെ ഉള്ളവർ തന്നെ കണ്ട് കുറച്ച് സമയം എടുത്താലും വീഡിയോയ്ക്ക് വ്യൂസ് കൂടി വന്നോളും. കുറച്ച് ടൈം എടുക്കുന്നേ ഉള്ളൂ. എളുപ്പവഴി നോക്കാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ ആൾക്കാർ ഡ്രോപ്പ് ചെയ്ത് പോയി റെക്കമെൻഡേഷൻ കുറയാനും നിങ്ങളുടെ ഇംപ്രഷൻസ് കുറയാനൊക്കെ ചാൻസ് ഉണ്ട്. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നിങ്ങൾ എല്ലാം പെർഫെക്റ്റ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത്. ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ഓഡിയോ ക്വാളിറ്റി ശ്രദ്ധിക്കുക, വീഡിയോ ക്വാളിറ്റി ശ്രദ്ധിക്കുക. അത് ഓക്കെ ആണെങ്കിൽ തന്നെ ഒരുവിധം ആൾക്കാരൊക്കെ കണ്ടുകൊണ്ടിരുന്നോളും. എന്നിട്ട് ബാക്കി നമ്മൾ ചെയ്യുന്ന ഇപ്പം എഡിറ്റിങ്ങിലായാലും നമ്മൾ ഷൂട്ട് ചെയ്യുന്ന ക്ലിപ്സ് ആണെങ്കിലും ഇതൊക്കെ നമുക്ക് എപ്പോഴും ഇമ്പ്രൂവ്മെൻറ്റിനുള്ള ഒരു സ്പേസ് ഉണ്ട്. സോ അത് പതുക്കെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാവുന്നേ ഉള്ളൂ. പിന്നെ തുടക്കത്തിൽ നമ്മൾ വീഡിയോ ഇടുമ്പോൾ ചില ആൾക്കാരൊക്കെ എന്തെങ്കിലുമൊക്കെ കുറ്റമൊക്കെ പറയുമായിരിക്കും. കേൾക്കുന്ന എല്ലാ കാര്യങ്ങളും ഉള്ളിലേക്ക് എടുക്കാതിരിക്കുക. നിങ്ങൾ തന്നെ ഒന്ന് ക്രിറ്റിസിസം നല്ല രീതിയിൽ എടുക്കുക. അതിൽ മാറ്റേണ്ടതാണെന്ന് നിങ്ങൾക്കും കൂടെ തോന്നുന്ന കാര്യങ്ങൾ മാറ്റുക. അല്ലാത്തത് ഇറ്റ്സ് ഓക്കെ, ജസ്റ്റ് ലീവ് ഇറ്റ്, കേൾക്കുക, വിടുക. അതാണ് നമ്മുടെ മെൻറ്റൽ പീസിന് നല്ലത്. അതിൽ മാത്രമേ നമുക്ക് ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. അല്ലാതെ നമ്മൾ കേൾക്കുന്ന എല്ലാത്തിനും ഹേർട്ട് ആവാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലായിടത്തും there will be some people like അവർ വീഡിയോ ഒക്കെ ചെയ്യുന്നു എന്നിട്ട് എന്തായി ആരും കാണത്തൊന്നുമില്ല, ഇല്ലെങ്കിൽ കൊള്ളത്തില്ല അവർ ചെയ്യുന്ന, അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ടാവും. ഇല്ലെങ്കിൽ നിങ്ങൾ വീഡിയോയിലിടുന്ന ഡ്രസ്സിനെ കമൻറ്റ് ചെയ്യുക, പറയുന്ന കാര്യങ്ങളെ കമൻറ്റ് ചെയ്യുക, അങ്ങനെ പല ഇതിലും ആൾക്കാരുണ്ടാവും. അത് എല്ലാം ഒന്നും തലയിലേക്ക് എടുക്കരുത്, മനസ്സിലാക്കുക. ഇപ്പം നമ്മുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു എന്നാണ് ഉള്ള കാര്യം അവർ പറയുന്നതെങ്കിൽ അത് മൈൻഡ് ചെയ്യണം. അല്ലാണ്ട് അന്നേരം മറ്റേ നിങ്ങളെന്തെങ്കിലും പറയുന്നതെന്നുള്ളതല്ല. ചേഞ്ച് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ചേഞ്ച് ചെയ്യണം എന്നുള്ളത് മാത്രം. അല്ലാത്തത് ഇത്രേ ഉള്ളൂ. അതേപോലെ വീഡിയോസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഡോണ്ട് ഓവർ ഷെയർ. അതും എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്കാണ്. ഞാൻ ഫിൽട്ടർ ചെയ്യണം എന്ന് പറഞ്ഞാലും ഞാൻ എൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ ഇതുപോലെ ക്യാമറ അങ്ങ് ഓപ്പണായി കഴിയുമ്പോഴത്തേനും ഞാൻ വളവളവളാന്ന് അതും ഇതുമൊക്കെ പറയും. സംസാരത്തിൻ്റെ മാത്രമല്ല, തുടക്കത്തിലൊക്കെയുള്ള വീഡിയോസിൽ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ബസ് സ്റ്റോപ്പ് കാര്യങ്ങൾ, നമ്മുടെ ഓഫീസ് എല്ലാം ഞാൻ കാണിച്ചിരുന്നു. ഞാൻ വിചാരിച്ച ആ സമയത്ത് നമുക്കൊരു 500 സബ്സ്ക്രൈബർ എന്തോ ഉള്ളൂ, കഷ്ടിച്ച് 1000 വ്യൂസാണ് ഷോർട്സിന് കിട്ടുന്നത്. 100 വ്യൂസ് 200 വ്യൂസൊക്കെയാണ് ലോങ് വീഡിയോയ്ക്കുള്ളത്. അതിൽ മിക്കതും നമ്മുടെ പരിചയക്കാർ തന്നെയാണല്ലോ എന്നുള്ളൊരു ഇതിലാണ് ഞാൻ ഉണ്ടായിരുന്നത്. അതായിരുന്നു എൻ്റെ ഒരു കോൺഫിഡൻസ്. ഞാൻ കൂടുതൽ ആലോചിക്കാണ്ട് വീഡിയോസ് ചെയ്തുകൊണ്ടിരുന്നത്. ആൻഡ് നമ്മുടെ ലൈഫും ചുറ്റുപാടുകളും ഒക്കെ മാക്സിമം ഷെയർ ചെയ്യുക എന്നുള്ളൊരു രീതിയിലാണ് ഞാൻ തുടക്കത്തിൽ വീഡിയോസ് ഇട്ടുകൊണ്ടിരുന്നത്. ആദ്യം തൊട്ട് കണ്ടുകൊണ്ടിരുന്നിട്ടുള്ളവർക്ക് അറിയായിരിക്കും ഞാൻ ഓഫീസ് റിലേറ്റഡ് വീഡിയോസൊക്കെ കുറേ എനിക്ക് റിമൂവ് ചെയ്യേണ്ടി വന്നു. ബിക്കോസ് അതിനകത്ത് ഞാൻ പോവുകയും വരികയും ചെയ്യുന്ന ബസ് സ്റ്റോപ്പും സ്റ്റോപ്പുകളും ഓഫീസും ഒക്കെ ക്ലിയർ ആയിട്ട് കാണിക്കുന്നുണ്ടായിരുന്നു. ആൻഡ് ഒരു അയ്യോ അങ്ങനെ പറയാൻ പറ്റും, ഒരു സ്റ്റോക്കർ ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചു, ഇന്നടുത്താണല്ലേ താമസം, ഇന്ന കമ്പനിയിലല്ലേ വർക്ക് ചെയ്യുന്നത്, സോ അറൗണ്ട് ഈ സമയത്തായിരിക്കും എത്തുന്നത്, അങ്ങനെയാണ് ഇതിലായിരിക്കും അതിലായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു എന്താ പറയുക, എൻ്റെ ഐറ്റ്നറി പോലെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു മെസ്സേജ്. ചുമ്മാ പേടിപ്പിക്കാനാണോ എന്തിനാ പുള്ളി ആ മെസ്സേജ് അയച്ചതെന്ന് എനിക്കറിയാൻ പാടില്ല. പക്ഷേ ഒരു 2 ആഴ്ചത്തേക്ക് എനിക്ക് നല്ല ടെൻഷനായിരുന്നു. ഞാൻ അരോഹിനോടും പറയായിരുന്നു, വീട്ടിലും പറയായിരുന്നു, ഇങ്ങനെ അയാൾ മെസ്സേജ് അയച്ചു, ഇനി അയാൾ വരാനായിരിക്കും, അങ്ങനെയായിരിക്കും ഇങ്ങനെയായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എന്താ പറയുക, ഒരു വെറും 1000 വ്യൂസിൽ നിന്ന് അങ്ങനത്തെ ഒരാളെങ്കിലും വരാൻ ചാൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോകെ റീച്ച് കിട്ടി വരുമ്പോഴും നിങ്ങൾക്ക് പ്രൈവസി ഇഷ്യൂസ് ഉണ്ടാവില്ല എന്ന് ഉറപ്പുള്ള രീതിയിൽ മാത്രം വീഡിയോസ് ചെയ്യുക. ഒരുപാട് പേഴ്സണൽ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാതിരിക്കുക. ഇറ്റ്സ് അഗെയിൻ ഫ്രം മൈ മിസ്റ്റേക്ക് ഞാൻ പറയുകയാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോ വെൻ ടു ഇൻവെസ്റ്റ്. ആദ്യം തന്നെ നിങ്ങളൊരു ചാനൽ തുടങ്ങുമ്പോഴേക്കും
മറ്റേ ക്രിയേറ്റർ കിറ്റ്, അത് ഇത്, മൈക്ക്, വീഡിയോ എടുക്കേണ്ട ക്യാമറാസ്, ലൈറ്റ് എല്ലാം കൂടെ വാങ്ങാനായിട്ട് നിൽക്കരുത്. നിങ്ങൾക്ക് അതെല്ലാം അഫോർഡ് ചെയ്യാൻ പറ്റും. നിങ്ങളൊരു പ്രീമിയം ക്വാളിറ്റി കണ്ടൻറ്റ് ഇടുന്ന പേജാണ് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ഡു ദാറ്റ്, ബട്ട് ഓൺലി ഇഫ് യു ക്യാൻ അഫോർഡ് ഇറ്റ്. ഇതിന് വേണ്ടി നിങ്ങൾ എന്താ പറയുക, നിങ്ങൾ സേവ് ചെയ്ത് വെച്ച എമൗണ്ട് പൊട്ടിച്ച് അത് നിങ്ങൾക്ക് താങ്ങാൻ പറ്റാത്ത പോലത്തെ ഒരു എക്സ്പെൻസ് ആയിട്ട് വരുവാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ, പെട്ടെന്ന് തിരിച്ചു പിടിക്കാം എന്നുള്ള രീതിയിൽ ചെയ്യരുത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇറ്റ്സ് എ സ്ലോ ഗ്രോത്ത്. നിങ്ങൾക്ക് പതുക്കെ റിവാർഡ്സ് ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ പോക്കറ്റ് കീറി ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരിക്കലും നല്ലതല്ല. പോകെ നിങ്ങൾക്ക് കുറച്ച് ഐറ്റംസ് ആയിട്ട് വാങ്ങാം, പതുക്കെ ഇമ്പ്രൂവ് ചെയ്ത് വരാം. എസ്പെഷ്യലി വേറെ ആരുടെയും കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കൊണ്ട് ഒന്നിലും കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യരുത്. തുടക്കത്തിൽ ചെറിയ രീതിയിൽ നിങ്ങളുടെ കയ്യിലുള്ള ഫോണിൽ തന്നെ വീഡിയോസ് ചെയ്യുക. പറ്റുന്ന പോലെ എഡിറ്റിങ്ങിലൊക്കെ ഓഡിയോ ക്വാളിറ്റി ശ്രദ്ധിക്കുക. പോകെ ഒരു മൈക്ക് വാങ്ങുക, ഫോൺ കുറച്ച് ബെറ്റർ ആക്കാം. ഇപ്പം നമ്മൾ കാണുന്ന പല ഇൻഫ്ലുവൻസേഴ്സും തന്നെ അവരൊക്കെ വീഡിയോ തുടങ്ങിയത് 10 വർഷം മുന്നേ, 12 വർഷം മുന്നേ എന്നൊക്കെ പറഞ്ഞ് കാണാമല്ലോ. അന്നൊക്കെ അവരെങ്ങനെയാണത് സ്റ്റാർട്ട് ചെയ്തത്? അതിൽ നിന്ന് അവർക്ക് നല്ലൊരു എന്താ പറയുക, ഒരു ക്യാമറയുടെ വിലേനേക്കാളും 10 ഇരട്ടി 100 ഇരട്ടി പൈസ കിട്ടിക്കഴിയുമ്പോഴാണ് അവരതൊക്കെ വാങ്ങുന്നത്. ആ രീതിയിൽ ഇമ്പ്രൂവ് ചെയ്ത് പോയാൽ മതി എന്നുള്ളത് മനസ്സിൽ കരുതുക. സോ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച്, നിങ്ങളുടെ സ്പീഡിനനുസരിച്ച് ചെയ്യാൻ പറ്റണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ അഫോർഡ് ചെയ്ത് പറ്റുന്ന പോലെ മാത്രം ചെയ്തു പോവുക. പിന്നെ എല്ലാവർക്കും അറിയാവുന്ന ഒരു പോയിൻ്റാണ് കൺസിസ്റ്റൻ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യണം എന്നുള്ളത്. നമ്മുടെ വീഡിയോസ് എപ്പോഴും സജഷനിൽ വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യണം. ഞാൻ ചെയ്തുകൊണ്ടിരുന്നൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ, ഞാൻ ചിലപ്പോൾ ഒരു 2-3 ആഴ്ച അടുപ്പിച്ച് കുറേ വീഡിയോസ് ചെയ്യും, പിന്നെ അങ്ങോട്ടൊരു ലോങ് ബ്രേക്ക് വരും, പിന്നെയും കുറേ വീഡിയോസ് ചെയ്യും. അങ്ങനത്തെ ഒരു ഇതിലായിരുന്നു പോകുന്നത്. ആൻഡ് ഐ യൂസ് ടു വണ്ടർ ലൈക്ക്, ചില വീഡിയോസിന് ഇപ്പോൾ നമ്മുടെ ചാനലിൽ തന്നെ നോക്കിയാൽ അറിയാം, ചില വീഡിയോസിന് 24K 97K, ഇൻസ്റ്റയിലൊക്കെ ആണെങ്കിൽ 4 million ഒക്കെ വ്യൂസ് വന്ന വീഡിയോസ് ഉണ്ട്. ചിലതിന് 100 വ്യൂസ് 200 വ്യൂസ് അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇതെന്താ വർക്കാവാൻ, ഇതാണല്ലോ മറ്റേനേക്കാളും നല്ലതെന്ന് വിചാരിക്കാം. പക്ഷെ അത് ഒരു 4 weeks 5 weeks കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഒരു 3-4 ഡേയ്സിൽ ഇട്ടുകൊണ്ടിരുന്ന സമയത്താണ് പതുക്കെ ആ ഗ്രോത്ത് കൂടി വന്നത്. എഗെയിൻ ഞാൻ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ഇത് മൊത്തം ഡ്രോപ്പ് ആവും, അങ്ങനത്തെ ഒരു രീതിയിലായിരുന്നു. ആൻഡ് സംടൈംസ് ഇതൊന്നും വേണ്ട, ഇറ്റ്സ് വെരി അൺപ്രഡിക്റ്റബിൾ. നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു അൽഗോരിതം കൂടിയാണ്. ഇപ്പം ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ചെയ്തുകൊണ്ടിരുന്നൊരു സമയത്ത് തന്നെയാണ് നമ്മൾ ഹെവൻലി ക്വീൻ ടെമ്പിൾ പോയ ഒരു വീഡിയോ. അത് ഭയങ്കര എഫേർട്ട് ഇട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി നമ്മൾ അവിടെ വരെ പോയി എല്ലാം കവർ ചെയ്ത് അതിനെക്കുറിച്ച് കുറച്ച് റിസർച്ചൊക്കെ ചെയ്ത് ഡീറ്റെയിൽസ് ഒക്കെ ഷെയർ ചെയ്തൊരു വീഡിയോ. എന്നെ സംബന്ധിച്ച് അതൊരു ഭയങ്കര പെർഫെക്റ്റ് ഒരു വീഡിയോ എന്നുള്ള രീതിയിലായിരുന്നു. ഇട്ട് 4-5 മാസം 5-6 മാസം കൊണ്ട് അതിന് 100 വ്യൂസ് എങ്ങാണ്ടുമാണ് ആയത്. ആൻഡ് അതേപോലെ തന്നെയാണ് നമ്മുടെ ഗ്രാംപ്യൻസ് വ്ളോഗിൻ്റെ സെക്കൻഡ് പാർട്ട് ഭയങ്കര ഹിറ്റായിരിക്കും എന്ന് ഞാൻ വിചാരിച്ച ഒരു വീഡിയോ ആണ്. അതിനും ഈ പറയുന്ന പോലെ 100 വ്യൂസ് എങ്ങാണ്ടേ ഉള്ളൂ. പക്ഷേ നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത ഇതുപോലെ ഇപ്പോൾ ഏതാണ് മറ്റേ എക്സ്പെക്റ്റേഷൻ വേഴ്സസ് റിയാലിറ്റി എന്ന് പറഞ്ഞൊരു വീഡിയോ ഓസ്ട്രേലിയനെ കുറിച്ച് ചെയ്തത്. ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ വെറുതെ തോന്നിയ അഭിപ്രായം നമ്മൾ ഷൂട്ട് ചെയ്തിട്ടതാണ്, ഒട്ടും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാതെ. പക്ഷെ അതിന് നല്ല വ്യൂസ് ഉണ്ടായിരുന്നു. നല്ല വ്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നമ്മുടെ ചാനലിൻ്റെ ഒരു സൈസ് വെച്ചാട്ടോ പറയുന്നത്. അതിന് നല്ല വ്യൂസ് ഉണ്ടായിരുന്നു. അപ്പം എന്തുകൊണ്ടാണ് എഫേർട്ട് ഇടുന്ന വീഡിയോസിന് ഇല്ലാത്തതെന്നൊക്കെ തോന്നും. സോ ഡോണ്ട് ബി ഒബ്സസ്ഡ് ഓവർ ദി വ്യൂസ്. ഇതൊക്കെ കറങ്ങിത്തിരിഞ്ഞ് എങ്ങനെയൊക്കെയോ ആണ് വർക്ക് ചെയ്യുന്നത്. ഏതെങ്കിലുമൊക്കെ ക്ലിക്കാവും, അത് വെച്ച് നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാം. ആൻഡ് അതിൽ എനിക്ക് വേറൊരു പോയിന്റ് പറയാനുള്ളത് പുവർ ഹുക്സ്. ഇപ്പോൾ തുടക്കത്തിൽ ഇപ്പോൾ ഏത് വീഡിയോ ആണെങ്കിലും എന്താണോ അതിൽ മെയിനായിട്ട് കാണാനുള്ളതെന്നുള്ളൊരു സംഭവം ആദ്യം ഇടുക എന്നുള്ളതാണ്. ഞാനിത് മിക്കപ്പോഴും വീഡിയോസ് ഇടുമ്പം മറന്നു പോകുന്നൊരു കാര്യം കൂടിയാണ്. ചില വീഡിയോസിനൊക്കെ ഞാൻ ഹൈലൈറ്റ്സ് ആഡ് ചെയ്യാറുണ്ട്, ബട്ട് മോസ്റ്റ് ഓഫ് ദ വീഡിയോസ് ഞാനിത് എഡിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഞാനങ്ങ് മറന്നു പോകും. എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കങ്ങോട്ടൊരു വെപ്രാളം ഇത് പെട്ടെന്ന് അങ്ങ് പോസ്റ്റ് ചെയ്യാനായിട്ട്. ആൻഡ് അതൊരു ബാഡ് ഹാബിറ്റാണ്. അതിൽ തന്നെ നമുക്ക് കുറേ വ്യൂസ് ഡ്രോപ്പായി പോകാൻ ചാൻസ് ഉണ്ട്. ലൈക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ പിന്നീട് വീഡിയോയിൽ വരുന്നുണ്ടാവും, പക്ഷെ അതിനൊക്കെ കുറേ മുന്നേ തന്നെ വ്യൂവേഴ്സ് ഡ്രോപ്പ് ചെയ്ത് പോയി കാണും. അപ്പം അത് കാരണവും കുറേ വീഡിയോസൊന്നും വ്യൂസ് കിട്ടണം എന്നില്ല.
പിന്നെയുള്ളൊരു കാര്യമാണ് പ്രൊവൈഡിങ് വാല്യൂ. നമ്മൾ ഏത് വീഡിയോ ചെയ്യുമ്പോഴും അത് ഒന്നെങ്കിൽ എഡ്യൂക്കേറ്റിംഗ് ആയിരിക്കണം, അല്ലെങ്കിൽ അത് എൻ്റർടൈനിങ് ആയിരിക്കണം. ഇത് രണ്ടും ഇല്ലാതെ വെറുതെ നമ്മൾ കാര്യങ്ങൾ ഷെയർ ചെയ്യുക എന്നുള്ളൊരു വീഡിയോ ആണെങ്കിൽ അതിൽ പ്രത്യേകിച്ച് വാല്യൂ ഒന്നും തോന്നുന്നില്ലെങ്കിൽ നമ്മളെ അറിയാത്ത ആൾക്കാർക്ക് അതൊരു കാര്യമില്ല. ഇപ്പം ഞാൻ തന്നെ ചെയ്യുന്ന ചില വീഡിയോസ് കാണുമ്പം ഞാൻ മെയിൻലി നമ്മുടെ വീട്ടുകാരോട് ഇല്ലേ ഫ്രണ്ട്സിനോട് സംസാരിക്കുന്ന പോലെയാണ് കാര്യങ്ങൾ ഓരോന്ന് ഷെയർ ചെയ്യുന്നത്. പക്ഷെ അറിയാത്ത ഒരാൾ വീഡിയോ ഇരുന്ന് കാണുമ്പോൾ ഇതൊക്കെ ഇവിടെ നിന്നാണ് നമ്മളോട് പറയുന്നതെന്നുള്ളൊരു ഫീല് വരും. അതും നമുക്കും വരുമല്ലോ വേറെ ആൾക്കാരുടെ വീഡിയോസ് കാണുമ്പോൾ. അപ്പോൾ അതിലും ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സോ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ എന്തെങ്കിലും അതിൽ ഒരു ക്വാളിറ്റി ഉള്ള എന്തെങ്കിലും ഒന്നെങ്കിൽ എൻ്റർടൈനിങ് അല്ലെങ്കിൽ എഡ്യൂക്കേറ്റിംഗ് ആയിട്ടുള്ള ഒരു വാല്യൂ ആഡ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ റീച്ച് കിട്ടും. ആൻഡ് ഫൈനൽ കാര്യമായിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോണ്ട് ഗിവ് അപ്പ് ടു സൂൺ. നിങ്ങൾ വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുന്നു, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലത്തെ ഒരു ഗ്രോത്ത് ചാനലിനില്ല, വ്യൂസ് കയറുന്നില്ല, പിന്നെ ആൾക്കാർ നെഗറ്റീവ് പറയാതിരിക്കാം, ചിലപ്പോൾ ആരും മൈൻഡ് ചെയ്യാതിരിക്കാം. അങ്ങനെയൊക്കെ ഉള്ളപ്പോഴേക്കും എന്തിനാ ചെയ്യുന്നതെന്ന് വെച്ചിട്ട് വിട്ട് കളയരുത്. എഗെയിൻ ആദ്യം പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ളൊരു കാര്യമാണെങ്കിൽ ജസ്റ്റ് കണ്ടിന്യൂ. അറ്റ് സം പോയിൻ്റ് ഓഫ് ടൈം നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരില്ലെങ്കിൽ അതിനോട് കുറച്ച് റിലേറ്റബിളായിട്ട് തോന്നുന്ന ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആൾക്കാർ വന്ന് ചേരും. ഇനി ഒന്നുമില്ലെങ്കിലും ഇറ്റ്സ് ആർ വീഡിയോസ്. നമുക്ക് തന്നെ കുറേ നാൾ കഴിഞ്ഞ് ഒരു 2-3 ഫോട്ടോസ് കാണുന്നതിനേക്കാളും ഭയങ്കര രസമായിരിക്കും നമ്മുടെ വീഡിയോസൊക്കെ ഇങ്ങനെ ഡോക്യുമെൻറ്റഡ് ആയിട്ട് ഒരിടത്ത് കിടക്കുന്നത്. അതെടുത്ത് കാണുമ്പോൾ ആ പഴയ മെമ്മറീസിലേക്ക് പോകുന്നത് ഒരു രസമായിരിക്കും. സോ ഇറ്റ് വിൽ ബി നൈസ്. ആൻഡ് ആരെങ്കിലും പറഞ്ഞത് കൊണ്ട്, ഇല്ലെങ്കിൽ കുറ്റം ഉള്ളത് കൊണ്ട്, ഇല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു സ്പീഡ് ഇല്ലാത്തത് കൊണ്ട് എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും ക്വിറ്റ് ചെയ്യരുത്. കീപ് ഡൂയിങ്. അറ്റ് സം പോയിൻറ്റ് അത് വർക്കായി വരും. അതല്ല നിങ്ങൾ വേറെ ചാനൽസുമായിട്ട് കമ്പയർ ചെയ്യുമ്പം മിക്കവാറും ഈ പെട്ടെന്ന് ക്ലിക്കാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ നല്ല കഴിവ് വേണം, ഭയങ്കര അടിപൊളിയായിട്ടുള്ള വീഡിയോസാണ് നിങ്ങളുടേത്, വളരെ എക്സ്ക്ലൂസീവ് ക്വാളിറ്റി ഉള്ള വീഡിയോസ് ആണെന്നുണ്ടെങ്കിൽ നല്ല റീച്ച് കിട്ടും. അതല്ലെങ്കിൽ ഫേമസ് ആയ ആരെങ്കിലും ഒക്കെ ആയിട്ട് വരണം. അപ്പം ചിലർ ഫേമസ് ആയിട്ടുള്ള ആൾക്കാർ അവരുടെ ഫ്രണ്ടാണ്, റിലേറ്റീവ് ആണെന്ന് പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും ആ ചാനൽസിന് റീച്ച് കിട്ടുന്നത്. അല്ലെങ്കിൽ ചിലർ ഇപ്പം നിങ്ങൾ തന്നെ നോക്കിക്കാണും, ചിലപ്പം ഭയങ്കര വലിയ ക്രിയേറ്റേഴ്സ് വളരെ റാൻഡംലി ഇപ്പം കണ്ടതാ എനിക്കിഷ്ടമുള്ള ചാനലാന്നൊക്കെ പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കുറച്ച് വർഷം കഴിയുമ്പോഴേക്കും സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചതാ, കോളേജിൽ ഒരുമിച്ച് പഠിച്ചതാന്നൊക്കെ പറയുന്ന പോലത്തെ ഇതും കണ്ടിട്ടുണ്ടാവും. ഇറ്റ്സ് നീഡഡ്. ഒന്നെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ പരിചയത്തിലുള്ള ആളായിരിക്കണം. അല്ലാതെ നിങ്ങൾ ഫ്രം സ്ക്രാച്ച് തുടങ്ങുകയാണെങ്കിൽ അൺലെസ് യു ആർ വെരി ടാലൻറ്റഡ്, യുവർ കണ്ടൻറ്റ് ഇസ് വെരി എക്സ്ട്രാ ഓർഡിനറി, പെട്ടെന്നുള്ളൊരു റീച്ച് ഉണ്ടാവില്ല. ഇറ്റ് വിൽ ബി എ സ്ലോ ഗ്രോത്ത്. ഇറ്റ്സ് ഓക്കെ. ആ ഒരു ക്ഷമ വേണം. അത് ഗ്രോത്ത് നമുക്ക് റിസൾട്ട് കിട്ടാനായാലും നമ്മൾ എഡിറ്റിംഗ് ചെയ്യുമ്പോൾ, നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് റെലവൻറ്റ് ടാഗ്സ്, തംബ്നെയിൽസ്, സംഭവങ്ങളൊക്കെ ആഡ് ചെയ്യുന്ന കാര്യത്തിലായാലും ടേക്ക് യുവർ ടൈം, ഡു ഇറ്റ് സ്ലോലി, പുട്ട് ഇൻ സം എഫേർട്ട്. ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതൊരു രസമായിട്ടുള്ളൊരു പ്രൊസീജിയറാണ്. ഇത് ചെയ്തിടുന്നതായാലും കുറേ നാൾ കഴിഞ്ഞ് നമ്മൾ വീഡിയോസ് നമുക്ക് തന്നെ കാണുന്നതായാലും ഇൻട്രസ്റ്റ് ഇല്ലാണ്ട് നിങ്ങളൊരു ഇൻകത്തിന് വേണ്ടി മാത്രം ഫോക്കസ് ചെയ്ത് ചെയ്യുക, ഇല്ലെങ്കിൽ ആരെങ്കിലും ചെയ്യുന്നത് കൊണ്ട്, ഇല്ലെങ്കിൽ എല്ലാവരും ചെയ്യുന്നു ഞാനും ചെയ്യാം എന്നുള്ളത് കൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ ഇറ്റ് വിൽ ബി വെരി എക്സോസ്റ്റിംഗ്. സോ ഈ പോയിൻറ്റ്സൊക്കെ ശ്രദ്ധിച്ച് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്ത് തുടങ്ങുക. ഓൾ ദ ബെസ്റ്റ്. എല്ലാവരുടെയും എഫേർട്ടിന് അറ്റ് സം പോയിൻറ്റ് എന്തായാലും റിസൾട്ട് കിട്ടും. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. വീഡിയോ കുറച്ച് നീണ്ടു പോയോ? ഞാൻ എപ്പോഴും ഷോർട്ടായിട്ട് സംസാരിക്കണമെന്ന് വിചാരിക്കും, പക്ഷെ പറഞ്ഞു വരുമ്പോൾ അതിങ്ങനെ നീണ്ടു പോകും. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. നിങ്ങൾക്ക് കോണ്ടൻറ്റ് ക്രിയേഷൻ റിലേറ്റഡ്, ഇല്ലെങ്കിൽ ഓസ്ട്രേലിയയിലേക്ക് വരുന്നതിനെക്കുറിച്ചോ അങ്ങനത്തെ എന്തെങ്കിലും റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ, IT റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഒക്കെ ഡ്രോപ്പ് ഇൻ ദ കമൻറ്റ്സ് ഓർ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക. അതിൽ ഇടയ്ക്ക് Q&A പോലെയൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. സോ see you soon.